ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വനിതാ സംരംഭകർ ഇന്ത്യൻ വ്യാവസായിക അന്തരീക്ഷത്തെ മാറ്റിമറിച്ചെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ പൌരന്മാർക്ക് പോഷകാഹാരവും ആരോഗ്യവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. രാജ്യത്ത് 2 താപവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം. വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും വികസനമെന്നതാണ് കേന്ദ്ര ലക്ഷ്യമെന്ന് കോഴിക്കോട്ടെ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പ്രകാശ് ജാവ്ദേക്കർ. വനിതാ ഒളിമ്പിക് ഹോക്കി യോഗ്യതാ സെമിഫൈനലിൽ ഇന്ത്യ ജർമ്മനി. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. വനിതാ സംരംഭകർ ഇന്ത്യൻ വ്യാവസായിക അന്തരീക്ഷത്തെ മാറ്റിമറിച്ചെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രമുഖ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകരായ സ്ത്രീകളുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവാക്കളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടി ആരംഭിച്ചതെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. രാജ്യത്തെ സംരംഭക അന്തരീക്ഷം ശക്തിപ്പെടുത്തുക, ജനങ്ങളുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് വിത്ത് ദ പീപ്പിൾ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വലിയ സംഭാവനകൾ നൽകിയതിന് വനിതാ സംരംഭകരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ഏകദേശം 1,17,000 സ്റ്റാർട്ടപ്പുകളും 100-ലധികം യൂണിക്കോണുകളുമുള്ള ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് അവർ പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യയുടെ പ്രയോജനങ്ങൾ പൊതുമേഖല പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പൊതുമേഖലയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ സംരംഭകർക്ക് സ്കോപ്പ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും പോഷകാഹാരവും ആരോഗ്യവും ഉറപ്പാക്കാൻ സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 25 കോടിയിലധികം ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിക്കാനായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 കോടിയിലധികം പേർക്ക് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2 മാസം പൂർത്തിയാക്കിയ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നതിനാൽ അടുത്ത മാസവും യാത്ര തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ 15 കോടി ആളുകൾ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെത്തും. ഗുജറാത്ത് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായിരിക്കും. രാജ്യത്ത് 2 താപവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഓഹരി നിക്ഷേപ നിർദ്ദേശത്തിന് സാമ്പത്തിക കാര്യങ്ങളുടെ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി. ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി കോൾ ഇന്ത്യ ലിമിറ്റഡ് ഇതിനാവശ്യമായ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കും. മധ്യപ്രദേശിലെ അമർകണ്ടക് തെർമൽ പവർ സ്റ്റേഷനിലും ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിലും സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കും. വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെയും പുരോഗതി ലക്ഷ്യമിട്ട് അർദ്ധചാലകങ്ങളുടെ വർധനയ്ക്കായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനായി അടുത്തിടെ ഒപ്പുവച്ച ധാരണാപത്രം ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര മന്ത്രിസഭ വിലയിരുത്തി. മെഡിക്കൽ ഉൽപ്പന്ന നിയന്ത്രണ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ഇക്വഡോറും തമ്മിലും ഡിജിറ്റൽ സൊല്യൂഷനുകൾ പങ്കിടുന്നതിന് ഇന്ത്യയും കെനിയയും തമ്മിലും ഒപ്പുവച്ച ധാരണാപത്രങ്ങളും കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നു. ചെങ്കടലിന്റെയും ഏദൻ ഉൾക്കടലിന്റെയും പ്രശ്നത്തിൽ ഇന്ത്യയ്ക്ക് ഉത്കണ്ഠയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ നാവികസേന പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കാതിരിക്കാൻ കടൽപാത സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെങ്കടൽ ഷിപ്പിംഗ് റൂട്ട് ഉപയോഗിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് യമൻ ആസ്ഥാനമായുള്ള ഹൂതി വിമതരുടെ ആക്രമണം നേരിടേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഖത്തർ കോടതി വധശിക്ഷ ഇളവ് ചെയ്ത 8 ഇന്ത്യക്കാരെ ഇന്ത്യൻ അംബാസഡർ സന്ദർശിച്ചതായി വക്താവ് പറഞ്ഞു. ഇന്ത്യ മാലദ്വീപ് വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് ഉന്നതതല കോർ ഗ്രൂപ്പ് ഈ മാസം ആദ്യം ചർച്ച നടത്തിയതായി ചോദ്യത്തിന് മറുപടിയായി ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്മരണിക സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. ശ്രീരാമക്ഷേത്രം, സൂര്യൻ, സരയൂ നദി, ക്ഷേത്രത്തിനകത്തും ചുറ്റുപാടുമുള്ള ശില്പങ്ങൾ എന്നിവയാണ് സ്റ്റാമ്പുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. ശ്രീരാമനുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാമ്പുകളുടെ പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ കർമ്മത്തോടനുബന്ധിച്ച് 3-ാം ദിവസം ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ നിരവധി പൂർവ്വ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നു. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ മാസം 22-ന് ഉച്ചകഴിഞ്ഞ് 2:30 വരെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. സമൂഹത്തിലെ സ്ഥാനം, ജാതി, മതം, ലിംഗം, രാഷ്ട്രീയം പോലുള്ള പരിഗണനകളില്ലാതെ എല്ലാവർക്കും വികസനം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്ന് പ്രകാശ് ജാവ്ദേക്കർ MP. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി കോഴിക്കോട് പുതിയാപ്പയിലും ഈസ്റ്റ് ഹില്ലിലും നടന്ന പൊതുസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പദ്ധതി രേഖകൾ കൈമാറിയ ജാവ്ദേക്കർ അവരുമായി സംവദിച്ചു. ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നടത്തിയ ഓൺലൈൻ സംവാദം പുതിയാപ്പയിൽ പ്രദർശിപ്പിച്ചു. എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന വികസിത രാജ്യമായി 2047ഓടെ ഇന്ത്യ മാറണമെന്നും അതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ വികസന ക്ഷേമ പദ്ധതികളിൽ അർഹരായ എല്ലാവരും പങ്കാളികളാകണമെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. അതിനുള്ള അവസരമാണ് വികസിത് ഭാരത് സങ്കല്പയാത്രയിലൂടെ ലഭ്യമാകുന്നതെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തിരുവനന്തപുരം തിരുവല്ലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതാ ഒളിമ്പിക് ഹോക്കി യോഗ്യതാ ടൂർണമെന്റിൽ ഇന്ത്യ ജർമ്മനി സെമി ഫൈനൽ മത്സരം റാഞ്ചിയിൽ ആരംഭിച്ചു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറ്റലിയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചത്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ അവസാന സ്ഥാനത്താണ്. ആദ്യമായി കുറ്റകൃത്യത്തിലേർപ്പെട്ട് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ച കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരടിന് കേരള മന്ത്രിസഭ അംഗീകാരം നൽകി. ശിക്ഷാ ഇളവ് ഉൾപ്പെടാതെ പകുതി തടവ് ശിക്ഷ പൂർത്തിയാക്കിയവർക്കാണ് ഇളവ് ലഭിക്കുക. ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ അധികൃതർ അറിയിച്ചു. തെക്കുപടിഞ്ഞാറൻ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നടന്ന സൈനിക ആക്രമണത്തെക്കുറിച്ച് പാക് സർക്കാരിനോട് അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി IRNA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സുന്നി തീവ്രവാദി സംഘടനയായ ജയ്ഷ് അൽ ആദലിനെതിരെ ഇറാൻ വൻ വ്യോമാക്രമണം നടത്തിയതിന് മറുപടിയായാണ് പാകിസ്ഥാന്റെ നടപടി. കുവൈറ്റിൽ പുതിയ സർക്കാർ നിലവിൽ വന്നു. കുവൈറ്റ് അമീർ ഷെയ്ഖ് മഷാൽ അൽ അഹമ്മദ് അൽ സബാഹിന്റെ കീഴിലാണ് 13-അംഗ മന്ത്രിസഭ നിലവിൽ വന്നത്. കുവൈറ്റിന്റെ ചരിത്രത്തിലാദ്യമായി രാജകുടുംബത്തിന് പുറത്തുനിന്നുള്ള വ്യക്തിക്കും മന്ത്രിസഭയിൽ ഇടം ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംരംഭകർ ഇന്ത്യൻ വ്യാവസായിക അന്തരീക്ഷത്തെ മാറ്റിമറിച്ചെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ പൌരന്മാർക്ക് പോഷകാഹാരവും ആരോഗ്യവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. രാജ്യത്ത് 2 താപവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം. വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും വികസനമെന്നതാണ് കേന്ദ്ര ലക്ഷ്യമെന്ന് കോഴിക്കോട്ടെ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പ്രകാശ് ജാവ്ദേക്കർ. വനിതാ ഒളിമ്പിക് ഹോക്കി യോഗ്യതാ സെമി ഫൈനലിൽ ഇന്ത്യ ജർമ്മനിയെ നേരിടുന്നു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.